ധന്യ, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായിട്ട് ചില വാർത്തകൾ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല വാർത്തകളും നമുക്കിത് അങ്ങ് സ്ഥിരീകരിക്കാൻ പറ്റുമോ? അവർ ഇനി ജയിലിൽ നിന്ന് മോചിതയാകുന്നൊരു കാര്യം ഉണ്ടാകുമോ? തലാലിന്റെ കുടുംബം പറയുന്നത് വധശിക്ഷ ഉടൻ തന്നെ ഉണ്ടാകും. അക്കാര്യത്തിൽ അവർ മോചനം നൽകിയിട്ടില്ല. കാരണം അവർ കാണുന്ന കാര്യങ്ങൾ അവരുടെ സഹോദരനോട് ചെയ്തതിന് അവർക്ക് ഒരിക്കലും മാപ്പ് നൽകാൻ കഴിയില്ല. അങ്ങനെ മാപ്പ് നൽകിയാൽ അത് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ദയാദരം വാങ്ങിക്കൊണ്ട് അവർ ഒരിക്കലും ഇതിന് നിൽക്കില്ല എന്നുള്ള കടുത്ത തീരുമാനം തന്നെയാണ് തലാലിന്റെ സഹോദരൻ അടക്കമുള്ള കുടുംബം എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്നൊരു വാർത്ത, അത് ഈ പ്രേംലാലേട്ടൻ പറഞ്ഞതുപോലെ എങ്ങനെ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ചില മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്ത അനുസരിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ കുടുംബത്തിന്റെ ഒരു ആശ്വാസമായിരിക്കും. കാരണം ഒരു കുഞ്ഞമ്മയെ കാത്തിരിപ്പുണ്ട് 5 വർഷമായി. 2017 അറസ്റ്റിലാകുന്നു, 18 വധശിക്ഷ വിധിക്കുന്നു. ഏകദേശം 5-6 വർഷത്തോളമായി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ കുഞ്ഞമ്മയെ കണ്ടിട്ട് 10 വർഷമായി കാണണം. തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് കാത്തിരിക്കുകയാണ്. അപ്പോ അതിനിടയിൽ വധശിക്ഷ റദ്ദാക്കി എന്ന് പറയുമ്പോഴും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇതിലൊരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. അത് നടത്താത്തിടത്തോളം കാലം നമുക്കിതിൽ കൃത്യത പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, കാന്തപുരം ഒരു അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിനോട് നടത്തിയിട്ടുണ്ട്. എനിക്ക് യമനിലേക്ക് പോകണം, യമനിലേക്ക് പോകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി കൂടി ഉണ്ടാകണം. ഒരു മധ്യസ്ഥത ചർച്ചയ്ക്ക് ഒരു മതപണ്ഡിതനോടൊപ്പം ഒരു നയതന്ത്ര വിദഗ്ധൻ കൂടി ഉണ്ട് എങ്കിൽ അത് കുറച്ചുകൂടി മോചനത്തിനുള്ള കാര്യങ്ങൾ എളുപ്പമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി കാന്തപുരം അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് ഇതൊരു സെൻസിറ്റബിൾ ആയിട്ടുള്ള കേസാണ്. അപ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ചില തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് യമനുമായി ഇന്ത്യക്ക് ഒരു നയതന്ത്ര ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യം. എങ്കിലും വേണ്ട സഹായങ്ങളെല്ലാം നിമിഷപ്രിയക്ക് ഇന്ത്യ ചെയ്തു നൽകിയിട്ടുണ്ട്. അവർക്ക് ഒരു വക്കീലിനെ ഇന്ത്യ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് യമനിൽ. ബാക്കി കാര്യങ്ങളൊക്കെ പറയാനും തീരുമാനിക്കാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും ഒക്കെ ഈ വക്കീലിനോട് എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വധശിക്ഷ റദ്ദാക്കി, അതായത് നിമിഷപ്രിയ മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വേറെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അബ്ദുൾ റഹീം, ഒരു കുഞ്ഞിനെ കൊന്ന അബ്ദുൾ റഹീം വധശിക്ഷ നടപ്പാക്കാതെയും ജയിലിൽ കിടക്കുന്നുണ്ട്. ഏകദേശം 19 വർഷത്തോളമായി. അടുത്ത വർഷമേ അബ്ദുൾ റഹീം ജയിലിൽ നിന്നിറങ്ങും. ഇവിടെയും അതിനൊരു സാധ്യതയുണ്ട്. ഇവരെന്ന് പറയുന്നത് യമനിലെ ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ തലാൽ എന്ന് പറയുന്നത്. അപ്പോ ഈ ഗോത്രവർഗം എന്ന് പറയുന്നത് മതത്തെ മാത്രം കൂട്ടുപിടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗക്കാരാണ്. അപ്പോൾ ഈ തലാലിന്റെ വീട്ടിലേക്കൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കയറി തലാലിന്റെ എന്നല്ല, അവിടെയുള്ള ആരെ വീട്ടിലും നമുക്ക് അങ്ങനെ കയറി ചെല്ലാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ മുകളിൽ ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ വഴി ഗ്രാമത്തലവന്റെ അടുത്ത് പോകണം. ഗ്രാമത്തലവൻ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് തലാലിന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയൂ. അപ്പൊ അത്രത്തോളം കടമ്പകളുണ്ട് ഇവിടെ കടക്കാൻ എന്നുള്ളതാണ്. ഈ കടമ്പകളൊക്കെ കടന്നു വേണം തലാലിന്റെ വീട്ടിലെത്താൻ. അങ്ങനെ എത്തിയാലും നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒരുപക്ഷെ അവർ ഒഴിവാക്കാം. പക്ഷേ ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒഴിവാക്കിയാൽ അത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എത്ര വർഷമാണ് ജയിൽ ശിക്ഷ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. ഞങ്ങൾക്ക് ദിയാധനം വേണ്ട, ഞങ്ങൾ മോചിപ്പിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വധശിക്ഷ റദ്ദാക്കാം, പക്ഷേ ഇത്ര വർഷം കൂടി ജയിലിൽ കഴിയണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കതിൽ ഒരു സംസാരത്തിനോ മധ്യസ്ഥതയ്ക്കോ സ്കോപ്പില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോ ഇത് സംബന്ധിച്ച് എന്ത് നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? ഇവിടെ കേന്ദ്ര സർക്കാരിനോ കേന്ദ്ര സർക്കാരിനും കാന്തപുരത്തിനും ഒക്കെ പരിമിതികളുണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം. ആരും ആരുടെയും ക്രെഡിറ്റ് തട്ടിക്കൊണ്ടു പോകാനോ ആരും ക്രെഡിറ്റിന് വേണ്ടിയോ മത്സരിക്കുന്നതല്ല. ഇവിടെ ഒരു ഇരയാണ് എങ്കിൽ ആ ഇരയ്ക്ക് മോചനം കിട്ടണം. അതിന് മാത്രമാണ് ഇവിടെ ആളുകൾ ശ്രമിക്കുന്നതും പരിശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചില പരിമിതികളുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ കാന്തപുരത്തിനാണെങ്കിലും ആയ കാന്തപുരത്തിനാണെങ്കിലും കേന്ദ്ര സർക്കാരിനാണെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യ ഇറാനുമായി നയതന്ത്ര ബന്ധമുള്ളത് കൊണ്ട് ഇറാനുമായി സംസാരിച്ച് ഹൂത്തികളുമായി ഇത് യമനിലെ സന എന്ന് പറയുന്ന സ്ഥലത്തെ ജയിലിലാണ്. ആ സന എന്ന് പറയുന്ന സ്ഥലം ഭരിക്കുന്നത് ഹൂത്തികളാണ്. അപ്പോൾ അവിടെ രാജാവിന് പോലും ചെന്നെത്തിപ്പെടാൻ, അല്ലെങ്കിൽ അവിടെ രാജാവിന് പോലും തീരുമാനമെടുക്കാൻ കഴിയാത്ത സ്ഥലമാണ് ഈ
സന എന്ന് പറയുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഹൂത്തികളുടെ കയ്യിലാണ്. ഹൂത്തികൾ എന്ന് പറയുന്നത് ഒരു ഭീകരവാദികളാണ്. അവരോട് പോയി പറയാനും സംസാരിക്കാനും ഒക്കെ അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. നമ്മൾ ചുമ്മാ ചെന്നിട്ട് എന്തെങ്കിലും മധ്യസ്ഥത വഹിച്ചിട്ട് തിരിച്ചു പോകുന്നത് പോലെ അല്ല. അപ്പോൾ അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി ചെയ്ത് ഇപ്പോൾ വധശിക്ഷ മാറ്റിവെച്ചു എന്ന് പറയുന്നത് തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലപ്പുറം ഇനി ഇതിൽ എന്തൊക്കെ സംസാരിച്ചാൽ നിമിഷപ്രിയയെ മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നൊരു സംഘടനയുണ്ടല്ലോ, അവർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം ഇതിൽ തേടിയിരുന്നു. അപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ നിസ്സഹായരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് പോയി എന്ന് പറയാം, അതെങ്ങനെ സാധ്യമാകും? ഈ ചില ആളുകൾ പറയുന്നത് അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് നയതന്ത്ര ബന്ധമില്ല എന്ന് പറയുന്നെങ്കിൽ പോലും ഡിപ്ലോമാറ്റിക് ആയി ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ വധശിക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൂടി കൊണ്ടാണ് ഇത് മാറ്റിവെച്ചത് എന്നാണ് പറയുന്നത്. ചില നയതന്ത്ര ബന്ധങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടു എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ തലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ എത്രയോ ക്രൂരനാവട്ടെ, എന്തോ ആകട്ടെ, അയാളെ കൊല്ലുക മാത്രമല്ല ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെയാണ് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട പരിമിതി എന്ന് പറയുന്നത്. 110 കഷ്ണമാക്കി വെട്ടി മുറിച്ച ഒരു മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ ആ വെട്ടിമുറിച്ച ആളെ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാള് കേൾക്കാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഒരു മൃതദേഹത്ത് അവരുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ രീതിയിൽ അവരുടെ ആരോപണം എന്ന് പറയുന്നത് തലാലിന്റെ മൃതദേഹം വെട്ടിമുറിച്ചു എന്നുള്ളതാണ്. DNA പരിശോധനയിലൂടെയാണ് തലാലിന്റെ മൃതദേഹം എന്ന് അവർ തിരിച്ചറിഞ്ഞത്. നേരെ ചൊവ്വന്ന് കാണാൻ പോലും അവർക്ക് കിട്ടിയിട്ടില്ല മകനെ അവസാനമായി എന്നാണ് ആ ഉമ്മ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് അവരെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, മാനസികമായി വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് കേന്ദ്ര സർക്കാർ ഏതൊക്കെയോ വഴി ഇടപെട്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാന്തപുരത്തിന്റെ ഇടപെടലുകളും ഉണ്ടാകാം. കാരണം അതൊരു മതരാഷ്ട്രമാണ്, ജനാധിപത്യ രാജ്യമല്ല. അപ്പൊ മതം പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മതപണ്ഡിതൻ പറയുന്ന കാര്യങ്ങൾ സർക്കാർ തലത്തിലുള്ളവർ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് കാന്തപുരത്തിന്റെ ഒരു ഇടപെടലും ഉണ്ടാകാം. എന്തായാലും 16-ാം തീയതി വധശിക്ഷ, ഈ ജൂലൈ 16-ാം തീയതിയായിരുന്നു വധശിക്ഷ നടപ്പാക്കാനിരുന്നത്. പക്ഷെ ജൂലൈ 13-ന് ഇത് റദ്ദാക്കി 15-ാം തീയതി ഇതിന്റെ ഓർഡർ പുറത്തു വന്നു. പക്ഷെ ഈ 13-ാം തീയതി ഈ കാന്തപുരം ഇടപെടുന്നത് 15-ാം തീയതിയാണ്. പക്ഷെ ഇവർ 13-ാം തീയതി ഓർഡർ ഇറക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഓർഡർ പുറത്തു വന്നത് കാന്തപുരത്തിലൂടെയാണ്. കാന്തപുരം പുറത്തുവിട്ടതാണ് ഓർഡർ നമ്മളൊക്കെ കാണുന്നത്. അറബിയിൽ എഴുതിയ യമനിൽ നിന്നുള്ള ഒരു ഓർഡറാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെങ്കിൽ അത് കുടുംബത്തിന് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഏത് രീതിയിൽ റദ്ദാക്കിയാലും നിമിഷപ്രിയ പുറത്തു വരുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും. ഇപ്പൊ വധശിക്ഷ റദ്ദാക്കാം, അത് വേണ്ട എന്ന് വെക്കാം. പക്ഷേ എത്ര നാൾ ജയിലിൽ കഴിയണം എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇത്രയും അവർ കടുംപിടുത്തം പിടിക്കുമ്പോൾ അങ്ങനെ ഒരാളെ പെട്ടെന്ന് മോചിപ്പിക്കാൻ തലാലിന്റെ കുടുംബം തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.